കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെന്ന പ്രഖ്യാപനത്തിനായി കാതോർത്തിരിക്കുകയാണ് കേരളം. ആ കാത്തിരിപ്പിത 10 ദിവസമായിരിക്കുന്നു. നമ്മളിത് സംസാരിക്കുന്ന ഈ നിമിഷവും കേരളത്തിന്റെ മുഖ്യമന്ത്രി ആര് എന്ന പ്രഖ്യാപനം വന്നിട്ടില്ല. പക്ഷേ ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകും എന്ന സൂചനകൾ ഡൽഹിയിൽ നിന്ന് വരികയാണ്. അഞ്ചരിക്ക മല്ലികാർജ്ജുൻ ഖാർഗെ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ദീപാദാസ് മുൻഷി കേരളത്തിലേക്ക് തിരിച്ചിരിക്കുന്നു. അവർ 6:30 എത്തിച്ചേരും. അപ്പോൾ അതിന്റെ പിറകെയായി ആ പ്രഖ്യാപനം വരും എന്ന് തന്നെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. പക്ഷേ നോക്കൂ, ഇപ്പോഴും ഒരു സൂചനയും ഈ 3 പേരിൽ ആരാകും മുഖ്യമന്ത്രി എന്നതിന്റെ ഒരു സൂചനയും ഹൈക്കമാൻഡ് പുറത്തുവിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ VD സതീശൻ പക്ഷവും ചെന്നിത്തല പക്ഷവും KC വേണുഗോപാൽ പക്ഷവും വലിയ പ്രതീക്ഷയിലാണ്. അവർക്കനുകൂലമായ ഒരു തീരുമാനമുണ്ടാകും എന്ന് ഉറ്റുനോക്കുകയാണ് അവർ. ആ രീതിയിലുള്ള കണക്കുകൂട്ടലുകളും നടത്തുന്നു. ഇന്നിപ്പോൾ VD സതീശന്റെ വീട്ടിൽ രാവിലെ മുതൽ തന്നെ MLA-മാരും നേതാക്കളും ഒക്കെ എത്തിച്ചേരുന്നുണ്ട്. അവരുടെ പ്രതികരണമൊക്കെ ചോദിക്കുമ്പോൾ VD അല്ലാതെ മറ്റൊരാളില്ല എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ, ആ രീതിയിലുള്ള പൊതുവികാരം ഇപ്പോഴും ഉയർന്നു വരുന്നുണ്ട് എന്നാണ്. പക്ഷേ MLA-മാരുടെ പിന്തുണ, അതുപോലെ തന്നെ മുതിർന്ന നേതാക്കളുടെ പിന്തുണയൊക്കെ തനിക്കനുകൂലമാകും എന്ന് KC വേണുഗോപാൽ പക്ഷവും കണക്ക് കൂട്ടുന്നുണ്ട്. ചെന്നിത്തലയും അതേ രീതിയിലുള്ള ശുഭാപ്തി വിശ്വാസം അവരുടെ വിഭാഗവും പുലർത്തുന്നുണ്ട് എന്നതാണ്. ആരാകും മുഖ്യമന്ത്രി? ആ ആകാംക്ഷയുണർത്തുന്ന ചോദ്യത്തിനുള്ള ഉത്തരം തേടുകയാണ് കേരളം. പ്രമോദ് സാർ, മുഖ്യൻ ഉറച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയൊരു പ്രഖ്യാപനം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അങ്ങനെ ആയിരിക്കണം. കാരണം ഇപ്പോൾ ദീപദാസ് മുൻഷി ഇവിടെ എത്തുന്നു, 6:30 എത്തുന്നു. അപ്പോൾ കാര്യങ്ങൾ അതിനുശേഷം വ്യക്തമാക്കുന്നു എങ്കിൽ അങ്ങനെ പ്രതീക്ഷിക്കാം നമുക്ക്. ഞാൻ ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കാലയളവ് ഇപ്പോൾ ഒരു 8-10 ദിവസം എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ ഒരു വളരെ ഫ്രസ്ട്രേറ്റഡ് ആവേണ്ട ഒരു കാലം ആയിട്ടില്ല സത്യത്തിൽ. ഇതങ്ങനെ തോന്നാനിടയാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ 3 കണ്ടൻറ്റേഴ്സ് ഉണ്ടാവുകയും അവർ 3 പേരും വളരെ ശക്തമായി തന്നെ ഒരടി പോലും പിന്നോട്ടില്ല എന്നുള്ള വ്യക്തമായ സൂചനകൾ നമുക്ക് നൽകുന്നത് കൊണ്ട് കൂടിയാണ്. കാരണം വെച്ചാൽ അപ്പോൾ എല്ലാവരും കൺഫ്യൂസ്ഡാണ്, ഹൈക്കമാൻഡ് കൺഫ്യൂസ്ഡാണ്. അപ്പോൾ ഓരോരുത്തർക്കും അവർക്ക് പറയാൻ കഴിയുന്ന ന്യായങ്ങൾ നിരത്താനുണ്ട്. വളരെ ശക്തവുമാണത്. അതാണ്. അപ്പോൾ അതിലെങ്ങനെ ഒരു സൊല്യൂഷനിലേക്ക് എത്തും? ഒന്ന് ഓപ്റ്റ് ചെയ്താൽ മറ്റേത് രണ്ടും എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ ആ ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുകയും അത് ആളുകൾക്കിടയിൽ വലിയ തോതിൽ ചർച്ചയാവുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ഇത് ഇത്രയും വലിയ വലിഞ്ഞു നീളുകയാണ്. നമ്മൾ എന്താ പറയുക, ഈ ജനവിധി മുഴുവൻ അതിൻ്റെ ഒരു പ്രഭ മുഴുവൻ മങ്ങി ഇല്ലാതാവുന്നു എന്നുള്ളൊരു തോന്നലിലേക്ക് സ്വാഭാവികമായിട്ടും കുറച്ചൊക്കെ അത് ഉണ്ടായിട്ടുണ്ട്. ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. ഘടകകക്ഷികൾ ഉൾപ്പെടെ അത് പറഞ്ഞിട്ടുണ്ട്. ഈവൻ സണ്ണി ജോസഫ് വരെ പറഞ്ഞു, KPCC അധ്യക്ഷൻ തന്നെ പറഞ്ഞു ഇതിൻ്റെ പ്രഭ മങ്ങി, അതിനെ ഒരു തിളക്കം കുറയ്ക്കുന്ന മട്ടിലായിപ്പോയി എന്ന്. പക്ഷേ നമ്മൾ കാണേണ്ടത്, ഈ സമയമെന്ന് പറയുന്നത് ഒന്നിലധികം പേർ ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നേരത്തെ തീരുമാനിക്കാതിരുന്നാൽ, കോൺഗ്രസിന് മിക്കവാറും അങ്ങനെയാണല്ലോ, ഒരു നേരത്തെ തീരുമാനിക്കാത്ത രീതിയിലുള്ള തിരഞ്ഞെടുപ്പ് നടന്നാൽ മിക്കപ്പോഴും ഒക്കെ ഉണ്ടാവുന്നത് തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, 96-ലെ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം അധികാരത്തിൽ വരുന്നു. പക്ഷേ VS അച്യുതാനന്ദൻ തോൽക്കുന്നു. മാരാരിക്കുളത്ത് അദ്ദേഹത്തെ പിന്നീട് വിവാദമായ ഒരു തോൽവിയായിരുന്നല്ലോ അത്. അപ്പോൾ തോൽക്കുന്നു. അതോടെ ആരാണ് മുഖ്യമന്ത്രിയാവുക എന്നുള്ള ചർച്ചയിലേക്ക് പോകുന്നു. സുശീല ഗോപാലിലേക്ക് പോകുന്നു, പാലോളി മോദികുട്ടിയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് സമയമെടുത്തു. 8ാമത്തെ ദിവസം 8 ദിവസം കഴിഞ്ഞിട്ടാണ് നായനാർ, അതായത് മത്സരിക്കാത്ത നായനാർ വന്നിട്ട് മുഖ്യമന്ത്രിയായി മാറുന്നത്. അപ്പോൾ അതും സംഭവിച്ചിട്ടുണ്ട് കേരളത്തിൽ. ഇതൊക്കെ ആ സമയത്തൊന്നും നമ്മൾ ഇതിനെ ഈ രീതിയിൽ എന്താ പറയുക, വളരെ സൂക്ഷ്മമായിട്ട് വിലയിരുത്തുകയോ ചർച്ച ചെയ്യുകയോ ചെയ്യുന്ന ഒരു കാലമായിരുന്നില്ല അത് എന്ന് കാണുക. അതുകൊണ്ട് ഇതിപ്പോൾ എന്താ പറയുക, എല്ലാം അങ്ങ് അവസാനിച്ചു, ഭയങ്കര ഒരു കാലയളവ് എടുത്തു എന്ന നിലയിലല്ല. പിന്നെ കഴിഞ്ഞ 2021 തുടർഭരണം നേടിയ സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വരാൻ സമയം ഏറെ എടുത്തു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അതൊക്കെ സംഭവിക്കാം. പക്ഷേ ഇത് എന്താ പറയുക, അമ്പിനും വില്ലിനും അടുക്കാത്ത രീതിയിലുള്ള ഭയങ്കരമായ കർശന ബുദ്ധിയ ഇവർ 3 പേരും നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ ആ പ്രശ്നത്തിൽ ഒരു തീരുമാനം എന്നത് വളരെ ക്രിട്ടിക്കലാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം ആരായാലും അത് പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നുള്ളതാണ്. അതെങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയും, എങ്ങനെ ആ പ്രത്യാഘാതത്തെ, ആ ഡാമേജ് കൺട്രോളിനുള്ള മാർഗം എന്താണ് എന്നുള്ളതാണ് ഹൈക്കമാൻഡ് കാര്യമായി ചിന്തിച്ചിട്ടുണ്ടാവുക എന്നാണ് ഞാൻ വിചാരിക്കുക. സതീശനെ തിരഞ്ഞെടുത്താലും KC വേണുഗോപാലിനെ തിരഞ്ഞെടുത്താലും രമേശ് ചെന്നിത്തലയെ തിരഞ്ഞെടുത്താലും ഡാമേജ് ഉണ്ടാകുമെന്നുള്ള കാര്യം. ഡാമേജ് എന്ന് വെച്ചാൽ ആളുകളുടെ വികാരം അണപൊട്ടും, യാതൊരു സംശയവുമില്ല. അത് കോൺഗ്രസ് അണികൾ, സതീശൻ്റെ കാര്യത്തിലാണെങ്കിൽ കോൺഗ്രസ് അണികളെ കൂടാതെ നിഷ്പക്ഷമായി നിന്ന് അദ്ദേഹം നയിച്ച മുന്നണിക്ക് വോട്ട് ചെയ്ത ആളുകൾക്ക് വരെ വികാരം വരാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ നേരത്തെ കണ്ടതുപോലെയുള്ള തെരുവിലെ പ്രകടനങ്ങളായും പരിണമിച്ചുകൂടുന്നില്ല. അപ്പോൾ അതൊക്കെ ഉണ്ട്. അത് കുറച്ച് സമയം കൊണ്ട് അത് അവസാനിച്ചു, എല്ലാം നോർമലൈസ്ഡ് ആവും എന്ന്
യോജിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. കാരണം സതീശൻ എടുത്തിരിക്കുന്ന നിലപാടുകൾക്ക് ഒരു അത് കുറേ കാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന ശാശ്വതമായ ചില ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന നിലപാടുകളാണ് അദ്ദേഹം. ജാതിമത വർഗീയ ശക്തികളോടുള്ള നിലപാട്, അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളിലും അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുകളെ കുറച്ചുകൂടി എന്താ പറയുക, അത് കുറച്ച് ശാശ്വതത്വം ഉണ്ട് അതിന്. അപ്പോൾ അതുള്ളത് കൊണ്ട് തന്നെ അത് പെട്ടെന്നങ്ങ് അവസാനിക്കില്ല. കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയായി ഉണ്ടാക്കുന്ന ഒരു മന്ത്രിസഭയോട് വളരെ അവരെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളോടും യോജിച്ചു പോകുന്ന നിലയിലാവണമെന്നില്ല സതീശൻ്റേതായ നിലപാടുകൾ വെച്ച് ചിലപ്പോൾ അതിനോട് ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ പ്രകടിപ്പിക്കുക, അത് തന്നെ കുറച്ച് ഈസി അല്ലാത്തൊരു അവസ്ഥയിലേക്ക് കൊണ്ടുപോവുക, അങ്ങനെ പലതും വരാൻ സാധ്യതയുണ്ട്. അത് കേവലമായ ഒരു വികാരം അണപൊട്ടുന്നത് കൂടാതെ ദീർഘകാലത്തേക്കുള്ള ഡാമേജും ഒരുപക്ഷെ ഉണ്ടായിക്കൂടുന്നില്ല. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്രയും സമയമെടുക്കുന്നത് എന്ന് കരുതണം. എന്തായാലും ആരാകും മുഖ്യമന്ത്രി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെന്നല്ല, ഞാൻ വിചാരിക്കുന്നത് ഹൈക്കമാൻഡിന് തന്നെ അത് പറയാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഈ തൊട്ടടുത്ത നിമിഷം വരെ എന്ന് വേണം കരുതാൻ. കാരണം സോണിയാഗാന്ധിക്കിടയിലും ബിറ്റ്വീൻ സോണിയ, പ്രിയങ്ക ആൻഡ് രാഹുൽ അവർക്കിടയിൽ തന്നെ വ്യത്യസ്ത ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അതുകൂടാതെ പിന്നെ ഇവിടുന്ന് വിളിപ്പിക്കുന്ന നേതാക്കന്മാർക്കിടയിൽ വ്യത്യസ്തം. ഇപ്പോൾ പേരുകളുടെ എണ്ണം, സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ കെ.സി. വേണുഗോപാലിനാണെങ്കിൽ പിന്നെ അനുകൂലമായ വാദങ്ങളുടെ കാര്യത്തിൽ കരുത്ത് സതീശന് കിട്ടുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് വി.എം. സുധീരൻ, കെ. മുരളീധരൻ ഇവരൊക്കെ ഹൈക്കമാൻഡിനോട് സംസാരിച്ചപ്പോൾ ഹൈക്കമാൻഡിന് തന്നെ സത്യത്തിൽ അവർ പറയുന്നതിൻ്റെ ഗൗരവം ബോധ്യപ്പെട്ടു എന്ന റിപ്പോർട്ടുകളുണ്ട്. കാരണം വെറുമല്ല, അവർ വിചാരിച്ചിരിക്കുന്നത് ഇവിടെ പിന്നെ കേരളത്തിൽ ഈ പിന്നെ സതീശന് അനുകൂലമായി നിൽക്കുന്ന വികാരമൊക്കെ ആരൊക്കെയോ എവിടുന്നോ ജനറേറ്റ് ചെയ്ത് വിടുന്നത് മാത്രമാണെന്നാണ്. പക്ഷെ അങ്ങനെയല്ല, കേരളത്തിൻ്റെ ഒന്നടങ്കം വികാരം ആണത് എന്ന് സുധീരനും മറ്റും സൂചിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് കണക്കിലെടുക്കണമല്ലോ, അത് അങ്ങനെ വെറുതെ തള്ളാൻ കഴിയുന്നില്ല. അപ്പോൾ അതാണ്, ഇതെല്ലാം കൂടി ചേർന്നാണ് ഈ കാലതാമസം എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. പക്ഷേ ഇതിൽ നിർണായകമായി മാറാവുന്ന ഒന്ന് രണ്ട് ശബ്ദങ്ങൾ, അത് സുധീരനിലൂടെ പ്രകടിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ A.K. ആൻ്റണി കൂടി താല്പര്യപ്പെടുന്ന ആ ശബ്ദത്തിന് ഒരു സ്വാധീനം ഇതിനകത്ത് ഉണ്ടാവാതിരിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ മറിച്ചാണെങ്കിൽ KPCC വർക്കിംഗ് പ്രസിഡന്റുമാർ, 3 വർക്കിംഗ് പ്രസിഡന്റുമാരും ഒരുമിച്ച് നിന്ന് കെ.സിക്ക് വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതും ഒരു പ്രധാനപ്പെട്ട സ്വാധീന ഘടകമാണ് എന്ന് പറയുന്നത്. കാരണം സംഘടന ഇവരോട് ഒത്തുപോകേണ്ടതാണ്. സണ്ണി ജോസഫും കെ.സിക്കൊപ്പമാണ് എന്ന രീതിയിലുള്ള സൂചനകളും വന്നിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് സംഘടന എങ്ങനെ പിന്നെ ഇദ്ദേഹം വന്നു കഴിഞ്ഞാൽ എങ്ങനെ സംഘടനയും സർക്കാരും തമ്മിൽ എങ്ങനെ പോകും എന്നുള്ള വിഷയം വരും. അപ്പോൾ ഒരു കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയിൽ നിന്നാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായത്. എന്തായാലും പക്ഷേ കേരളത്തിലെ ആളുകളുടെ ഒരു വികാരം കണക്കിലെടുക്കാതെ ഒരു മന്ത്രിസഭ ഉണ്ടായാൽ, മുഖ്യമന്ത്രിയെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ അത് ദീർഘകാലത്തേക്ക് കോൺഗ്രസ്സിന് പ്രശ്നമുണ്ടാക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ വിചാരിക്കുന്നത്. അത് കണക്കിലെടുക്കാതെയുള്ള ഒരു തീരുമാനം ഹൈക്കമാൻഡിൽ നിന്നുണ്ടാകില്ല എന്നതാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ അജിൻ സർ, കേരളത്തിൽ കോൺഗ്രസിന് വലിയ ആഘാതമുണ്ടാക്കാത്ത തരത്തിലുള്ള ഒരു തീരുമാനത്തിൽ ഹൈക്കമാൻഡ് എത്തിച്ചേർന്നിട്ടുണ്ടാകുമോ? ഞാൻ ഈ പ്രോസസ്സിൽ കഴിഞ്ഞ 9 ദിവസത്തെ പ്രോസസ്സിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ഈ സംവിധാനം എത്ര ദുർബലമാണ് എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ഓഫീസ് സംവിധാനത്തിൽ നമ്മളൊരു ഓഫ് ഷോർ ഓഫീസോ അല്ലെങ്കിൽ വേറെ മറ്റൊരു സ്ഥലത്തുള്ള ഒരു ഓഫീസിലൊരു പ്രശ്നമുണ്ട്. നമ്മുടെ ഹെഡ് ഓഫീസിൽ നിന്ന് ഒരു സംഘത്തെ നിയോഗിക്കുകയാണ്, അതെന്താണെന്ന് പഠിച്ച് അതിന് പരിഹാരം നിർദ്ദേശിക്കാൻ. അവർക്ക് പോയാൽ അത് പഠിക്കാൻ പറ്റും, അതിന് പരിഹാരം നിർദ്ദേശിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാതെ തെരഞ്ഞെടുപ്പിൽ നേരിടുകയാണ്. സ്വാഭാവികമായും ഒന്നിലെതിരെ ക്ലെയിംസ് ആ കാര്യത്തിൽ ഉണ്ടാകുമെന്ന് അറിയാത്ത ആളുകളല്ലോ ഹൈക്കമാൻഡ്. അത് ആരൊക്കെയാണെന്നും അവർക്കറിയാം. ആരൊക്കെയാകും ഞാൻ മുഖ്യമന്ത്രിയാകാം എന്ന് പറയുന്ന ആളാരെന്നും അറിയാം. അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ തെരഞ്ഞെടുപ്പിലൊരു വിജയം ഉണ്ടാകുന്ന ഏതായാലും ഹൈക്കമാൻഡിന് പ്രതീക്ഷയുണ്ടല്ലോ, തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട്. അപ്പോൾ പ്രതീക്ഷിക്കുമ്പോൾ ഈ ക്ലെയിംസ് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ അത് എങ്ങനെ പരിഹരിക്കുന്നു നേരത്തെ അവർക്ക് അറിഞ്ഞുകൂടെ? ഇത് ആളുകൾ ഇപ്പോൾ സതീശൻ ക്ലെയിം ചെയ്യും, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല ക്ലെയിം ചെയ്യും, കെ.സി. വേണുഗോപാലും ക്ലെയിം ചെയ്യും. അങ്ങനെ വന്നാൽ അതിനെ എങ്ങനെ നേരിടുന്നതിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാതെ ക്ലൂലെസ് ആയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഹൈക്കമാൻഡ് പോയത്. ഇപ്പോൾ ദീപാദാസ് മുൻഷി എന്നൊരു സ്ത്രീ ഉണ്ടല്ലോ, അവരൊരു നേതാവാണ്, അവർ കേരളത്തിൻ്റെ ചുമതലയുള്ള AICC സെക്രട്ടറിയാണ്. അവർക്കറിഞ്ഞുകൂടെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാവുമെന്നുള്ളത്? അവർ ഹൈക്കമാൻഡ് ധരിപ്പിക്കില്ലേ ഇങ്ങനെ ഇന്ന കാര്യങ്ങളൊക്കെ വരും? ഒരു പക്ഷേ കേരളത്തിൽ പ്രക്ഷോഭങ്ങൾ നടന്നേക്കാം, ആർക്കെങ്കിലും വേണ്ടിയൊക്കെ പ്രക്ഷോഭങ്ങൾ നടന്നേക്കാം. അത്രമാത്രം വലിയ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് തന്നെ അറിഞ്ഞുകൂടെ ആളുകൾ എത്രമാത്രം ഇമോഷണലായിട്ടാണ് വോട്ട് ചെയ്തിട്ടുള്ളത്? അപ്പോൾ ഈ ആളുകൾ തന്നെ ഇമോഷണലാവും. ആർക്ക് വേണ്ടിയാണ് വോട്ട് വന്നത്? ആരാണ് ഈ തെരഞ്ഞെടുപ്പിനെ നയിച്ചത്? ആരാണ് ഈ തെരഞ്ഞെടുപ്പിന് നറേറ്റീവ് സെറ്റ് ചെയ്തത്? ഇതെല്ലാവരും ഹൈക്കമാൻഡിന് അറിഞ്ഞുകൂടെ?
ഹൈക്കമാൻഡ് ആരെയാണ് ചുമതലപ്പെടുത്തി തെരഞ്ഞെടുപ്പ് ജയിക്കാൻ എന്നുള്ള ഹൈക്കമാൻഡ് അറിഞ്ഞൂടെ? രാഹുൽ ഗാന്ധിക്ക് അറിഞ്ഞൂടെ? പ്രിയങ്ക ഗാന്ധിക്ക് അറിഞ്ഞൂടെ? അപ്പോൾ പ്രശ്നം ഇത് ദുർബലമായ ഒരു സംവിധാനമാണ് ഹൈക്കമാൻഡ് എന്നുള്ളതാണ്. അത് ഒരു സിമ്പിളായ പ്രശ്നം പരിഹരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഇപ്പോൾ കർണാടകയിൽ എക്സാമ്പിൾ എടുക്കുക. കർണാടകയിൽ അവിടുത്തെ കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനായിരുന്നു DK ശിവകുമാർ. സിദ്ധാരാമയ്യയാണ് അവിടെ ആ തെരഞ്ഞെടുപ്പിനെ നയിച്ചത്. അതായത് അവിടെ ആളുകളെ മൊബൈലൈസ് ചെയ്തത്, വ്യത്യസ്ത കമ്മ്യൂണിറ്റികളെ മൊബൈലൈസ് ചെയ്തത് സിദ്ധാരാമയ്യയാണ്. സിദ്ധാരാമയ്യയുടെ മുഖം കണ്ടിട്ടാണ് ആളുകൾ വോട്ട് ചെയ്യുന്നത്. അതായത് അവിടെ DK ശിവകുമാറിൻ്റെ പവർ, DK ശിവകുമാറിൻ്റെ ഇൻഫ്ലുവൻസ് അത് വർക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതല്ല. സിദ്ധാരാമയ്യ അവിടെ അമ്മയുടെ ഒരു മുഖമുണ്ട്, അദ്ദേഹം മുന്നോട്ട് വെച്ചൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിനാണ് ആളുകൾ വോട്ട് ചെയ്തത്, വ്യത്യസ്ത കമ്മ്യൂണിറ്റികൾ വോട്ട് ചെയ്തത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത്. ഇപ്പോഴും DK ശിവകുമാർ മുഖ്യമന്ത്രിയെ പരിഗണിക്കാത്തതിന് കാരണം അതിന് ഏറ്റവും അർഹതപ്പെട്ട ആൾ സിദ്ധരാമയ്യ ആയതുകൊണ്ടാണ്. ഇപ്പോൾ ഇവിടെ കേരളത്തിലേക്ക് വരിക. കേരളത്തിൽ 2001 UDF ഉണ്ടായ ഒരു വലിയ വിജയമുണ്ട്. 100-ലധികം സീറ്റുമായി ഉണ്ടായ ഒരു വിജയം. ആ വിജയം കഴിഞ്ഞ 25 വർഷമായിട്ട് ആവർത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല UDF ഒരിക്കലും. 2011 തൊട്ട് മുമ്പ് 2010 നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം ഉണ്ടായിട്ടും അത് ആവർത്തിക്കാൻ 2011 2016 കഴിഞ്ഞില്ല, 2021 കഴിഞ്ഞില്ല. അങ്ങനെ പരാജയത്തിൻ്റെ പടുകുഴിയിൽ കിടന്നൊരു മുന്നണി, അതിൻ്റെ പ്രവർത്തകർ, അതിൻ്റെ മുന്നണിയിലെ എല്ലാ പാർട്ടികളുടെയും പ്രവർത്തകരുടെ ആത്മവിശ്വാസം ലോ ആയിരിക്കുന്ന സമയത്താണ് 2021 VD സതീശൻ വരുന്നത്. അപ്പോൾ VD സതീശൻ എന്തോ മാജിക്ക് ചെയ്തൊന്നുമല്ല. VD സതീശൻ ഒറ്റയ്ക്കല്ല ചെയ്തത്. അദ്ദേഹം അത് അവകാശപ്പെടുന്നില്ല. ഇതൊരു ടീമിൻ്റെ പ്രവർത്തനമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ UDF ഘടകകക്ഷികളുടെ പ്രവർത്തനമുണ്ട്. അതുകൂടാതെ UDF കോൺഗ്രസോ UDF ഭരമേൽപ്പിച്ചിട്ടുള്ള ഏജൻസികളുടെ പണിയുണ്ട്, സർവേ നടത്തിയവരുടെ പണിയുണ്ട്. അങ്ങനെ വലിയൊരു ടീമിൻ്റെ പണി തന്നെയാണത്. പക്ഷേ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന നിമിഷവും നമ്മുടെ റിപ്പോർട്ടർമാർ ഉൾപ്പെടെ നമുക്ക് തന്ന വിവരം എന്താണ്? കേരളത്തിലൊരു ഭരണവിരുദ്ധ വികാരമില്ല എന്നാണ് നൽകിയ വിവരം. ഒരു ഭരണവിരുദ്ധ വികാരമില്ലാത്തൊരു സാഹചര്യത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അത് കാണേണ്ടതല്ലേ? നമ്മുടെ റിപ്പോർട്ടർമാർക്കറിയണ്ടല്ലോ, സാധാരണക്കാരൻ നമുക്കറിയാമായിരുന്നു അങ്ങനെ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന്. അതിശക്തമായ ഭരണവിരുദ്ധ വികാരം നമുക്കറിയില്ലല്ലോ. അങ്ങനെ ഇല്ലാത്തൊരു കാര്യത്തിൽ ഇതിവിടെ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നും ആ ഭരണവിരുദ്ധ വികാരത്തെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത്ര സീറ്റ് നേടാൻ കഴിയുമെന്നും കോൺഗ്രസിൻ്റെ 63 സീറ്റ് എന്നുള്ളത് കേവലമായ സതീശൻ്റെ ഒരു കാൽക്കുലേഷൻ അല്ല. 2025 അദ്ദേഹം ഹൈക്കമാൻഡിന് മുമ്പിൽ വെച്ചൊരു പ്രൊപ്പോസലാണ്. 2001 കോൺഗ്രസിന് ലഭിച്ച 63 സീറ്റ് 2026 കിട്ടണം, എന്നാലേ നമുക്ക് 100-ലധികം സീറ്റുമായി അധികാരത്തിൽ വരാൻ പറ്റൂ എന്ന് ഹൈക്കമാൻഡിന് മുമ്പിൽ പ്രൊപ്പോസൽ വെച്ച സതീശനാണ്. അന്ന് ആ പ്രൊപ്പോസലിനെ എതിർത്ത ആളുകൾ KPCC 63. അപ്പോൾ ഈ 63 സീറ്റ് എങ്ങനെ നേടും? അത് കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട സെഫോളജിസ്റ്റുകൾക്കും രാഷ്ട്രീയ നിരീക്ഷകർക്ക് പോലും കാണാൻ കഴിഞ്ഞില്ല ഈ 63 സീറ്റ് കോൺഗ്രസ് എങ്ങനെ നേടുന്നുള്ളത്. അതിന് കോൺഗ്രസിനെ സഹായിച്ച ഏതൊക്കെ ജില്ലകളാണ്? ഒന്ന് കോഴിക്കോട് ജില്ലയും കൊല്ലം ജില്ലയുമാണ്. അവിടെ കോൺഗ്രസിൻ്റെ തിരിച്ചുവരവാണ് അതിലേക്ക് വലിയൊരു കുതിച്ചുചാട്ടം കോൺഗ്രസിൻ്റെ സീറ്റുകൾ ഉണ്ടാക്കിയത്. അപ്പോൾ കൊല്ലം ജില്ലയിലൊക്കെ കോൺഗ്രസിന് ഇത്രയധികം സീറ്റ് കിട്ടുന്ന ആരെങ്കിലും സ്വപ്നത്തിൽ വിചാരിച്ചിട്ടുണ്ടോ? 1-2 സീറ്റോ കൂടുതലായി നേടാം, ഉള്ളതിനേക്കാൾ കൂടുതലല്ലാതെ അത്രയും വലിയൊരു കുതിച്ചാട്ടം ആരും പ്രതീക്ഷിച്ചിട്ടില്ല. അതായത് 2026 നമ്മൾ കാണുന്ന 2001 തിരിച്ചുപോക്കാണ്. അത്രയധികം സീറ്റുകൾ കൊല്ലത്തും കോഴിക്കോടും ഒക്കെ ലഭിക്കുന്നു. അപ്പോൾ ഇത് കേവലമായ ആഗ്രഹത്തിൻ്റെയോ പ്രതീക്ഷയുടെയോ ഫലമല്ല, വർഷങ്ങളായുള്ള ആസൂത്രണത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും ഫലമാണ്. അപ്പോൾ അതിന് പിന്നിലുള്ള ബ്രെയിൻ ആരാണ് എന്ന് ഹൈക്കമാൻഡിന് അറിയില്ലേ എന്നാണ് എൻ്റെ ചോദ്യം. ഓക്കെ, ഇനി ഞാനിവിടെ തന്നെ ഔട്ട് ഓഫ് ഫോക്കസിൽ തന്നെ പ്രഡിക്റ്റ് ചെയ്തിരുന്നു, ഇലക്ഷൻ റിസൾട്ട് പ്രഡിക്റ്റ് ചെയ്യുന്ന പോലെ ഞാൻ അത് പ്രഡിക്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ പ്രഡിക്റ്റ് ചെയ്തത് മുഖ്യമന്ത്രിയായി VD സതീശൻ വരാനാണ് സാധ്യത കൂടുതലെന്നാണ്. അതിനെനിക്ക് എൻ്റേതായ കാരണം, എനിക്ക് ഹൈക്കമാൻഡിനോടുള്ള ഹൈക്കമാൻഡിനെ പറ്റിയുള്ള ഒരു രാഷ്ട്രീയ സത്യസന്ധതയുണ്ടല്ലോ, വ്യക്തിപരമായ സത്യസന്ധത. ആ രാഷ്ട്രീയ സത്യസന്ധത ഹൈക്കമാൻഡ് കാണിക്കും. അതിൽ ആ ഹൈക്കമാൻഡിൽ, ഞാൻ പറയുന്ന ഹൈക്കമാൻഡിൽ KC വേണുഗോപാലും ഈ പറയുന്ന രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയൊക്കെ ഉണ്ട്. ആ രാഷ്ട്രീയ സത്യസന്ധത എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ KC വേണുഗോപാലിനെ ഹൈക്കമാൻഡ് സെലക്ട് ചെയ്യുകയാണെന്ന് തന്നെ ഇരിക്കട്ടെ, അദ്ദേഹം അർഹതയില്ല എന്നല്ല ഞാൻ പറയുന്നത്, അദ്ദേഹത്തിന് അർഹതയുണ്ട്, മുഖ്യമന്ത്രിയാവാൻ. രമേശ് ചെന്നിത്തലയ്ക്കും അർഹതയുണ്ട്. അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു അവസരമില്ല, രമേശ് ചെന്നിത്തലയ്ക്ക് അവസരമില്ല, KC വേണുഗോപാലിന് അവസരമില്ല എന്നാണ് ഇവർ രണ്ടുപേരും പറയുന്നത്. KC വേണുഗോപാലിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്താണ്? ജനകീരോഷം മാറ്റിവെക്കുക, ആളുകൾ പ്രകടനം നടത്തുന്ന പ്രതിഷേധം മാറ്റിവെക്കുക, ഒരു ലോക്സഭാ അംഗത്വം അദ്ദേഹം രാജിവെക്കണം, ഒരു ഉപതെരഞ്ഞെടുപ്പ് നടത്തണം, ഏതോ ഒരു നിയമസഭാ മണ്ഡലത്തിൽ ജയിച്ച ഒരാൾ രാജിവെച്ച് അവിടെ മണ്ഡലം നടത്തണം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെ നോക്കുക. ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അദ്ദേഹം രാജിവെക്കുന്ന ആലപ്പുഴ സീറ്റാണ്. ഈ ആലപ്പുഴ സീറ്റിൽ BJP വലിയ തോതിൽ കഴിഞ്ഞ 2024 തെരഞ്ഞെടുപ്പിൽ വോട്ട് വർദ്ധിപ്പിച്ചൊരു സീറ്റാണ്. എന്ന് മാത്രമല്ല, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവിടെ BJP ജയിക്കാൻ പോലും സാധ്യതയുണ്ട്. കാരണം ആലപ്പുഴ സീറ്റിൽ KC വേണുഗോപാലില്ലാത്ത മറ്റൊരാൾ നിന്നാൽ UDFന് ജയസാധ്യതയില്ല എന്ന് ഉറപ്പായ കാര്യമാണ്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ ആലപ്പുഴ ജില്ലയിലെ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ
LDF വോട്ടുകൾ ഉൾപ്പെടെ BJPയിലേക്ക് വലിച്ചു ഒരു സാഹചര്യത്തിൽ LDFനല്ല അവിടെ വിജയ സാധ്യത വരിക, പിന്നെ BJPക്കാണ്. അങ്ങനെ ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യാൻ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം ശ്രമിക്കുമോ? ഒരു ചോദ്യം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അദ്ദേഹം ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഒരാളെ രാജിവെപ്പിച്ച് മത്സരിക്കുകയാണെന്നിരിക്കട്ടെ. ഇതിലും മോശം ഒരു അനുഭവം കോൺഗ്രസിനുണ്ട്. മുമ്പ് വടക്കാഞ്ചേരിയിൽ K മുരളീധരൻ മത്സരിച്ച സമയം അതിലും കൂടുതൽ രോഷാകുലരാണ് കോൺഗ്രസ്സുകാർ ഉൾപ്പെടെ UDF ഉൾപ്പെടെ UDF ഘടകകക്ഷികൾ ഉൾപ്പെടെ ഈ ഒരു ഡിസിഷനിൽ. അത് തീർച്ചയായിട്ടും KC വേണുഗോപാൽ എന്നൊരു വലിയ രാഷ്ട്രീയ വ്യക്തിത്വത്തിന് നൽകുന്ന വലിയ തിരിച്ചടിയാവും. അതും KC വേണുഗോപാലിന് മനസ്സിലാവും, അത് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും മനസ്സിലാവും. അവരൊരിക്കലും അത്തരൊരു ഡിസിഷനിലേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് ഈ ക്ലെയിം ചെയ്ത മറ്റ് രണ്ടുപേരെ, രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലിനെയും അനുനയിപ്പിക്കുകയോ അവരെ റിഹാബിലിറ്റേറ്റ് ചെയ്യുകയോ അതിനൊരു അമിക്കബിൾ സൊല്യൂഷൻ ഉണ്ടാക്കാനുള്ള സമയമാണ് നമ്മൾ ഈ കണ്ട 9 ദിവസം. അതല്ലാതെ ഈ അവരൊരു ആത്മസംഘർഷത്തിൽപ്പെട്ടതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇവരൊരു യഥാർത്ഥത്തിൽ ഹൈക്കമാൻഡ് ചെയ്യേണ്ടത് തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ അതിനൊരു പ്ലാൻ ഉണ്ടാക്കണം എന്നായിരുന്നു. അവർ ആ പ്ലാൻ ഉണ്ടാക്കിയില്ല. അതാണ് ഞാൻ ദൗർബല്യം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പ്ലാൻ അവർക്കില്ല. ഇങ്ങനെ ഉയർന്നു വരാവുന്ന ക്ലെയിമുകളെക്കുറിച്ച് അവരെങ്ങനെ റീഹാബിലിറ്റേറ്റ് ചെയ്യണം എന്നതിനെക്കുറിച്ച് അവർക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. ആ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാനെടുത്ത സമയമാണ് ഈ 9 ദിവസം കൊണ്ട് അവർക്കത് ചെയ്യേണ്ടി വന്നത്. ഞാൻ അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനപ്പുറമുള്ളൊരു വളരെ എൻ്റെ ഒരു വൈൽഡ് ഫാൻറ്റസിയിൽ മറ്റ് രണ്ടുപേർ, രമേശ് ചെന്നിത്തലയോ KC വേണുഗോപാലോ വന്നു എന്ന് കരുതുക, അത് ഡിസാസ്ട്രസ് ആയിരിക്കും കോൺഗ്രസിനെ സംബന്ധിച്ച്. അത് തർക്കമൊന്നുമില്ല. ഇത് പറയുന്നതിൽ നമ്മൾ ആരുടെയും പക്ഷം പിടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ VD സതീശിന് വേണ്ടി സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ KC വേണുഗോപാൽ വിരുദ്ധരാണ്, രമേശ് ചെന്നിത്തല വിരുദ്ധരാണ്, അങ്ങനെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. ഇത് റിയാലിറ്റിയാണ്. ഇതാണ് ഇതിൻ്റെ റിയാലിറ്റി. ഇത് കോൺഗ്രസിനോടുള്ള സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ കോൺഗ്രസിനകത്ത് ഈ മുഖ്യമന്ത്രി പദം മോഹിക്കുന്നവരോടുള്ള ആരോടെങ്കിലുമുള്ള വിധേയത്വം കൊണ്ടല്ല ഇത് പറയുന്നത്. ഇത് ആൾക്ക് സാധാരണ വോട്ടർമാർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഇത് വിളിച്ചു പറയണമെങ്കിൽ എന്ത് വേണം? നമുക്കൊരു ധാർമ്മികതയും സത്യസന്ധതയും വേണം. അത് പ്രകടിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അല്ലാതെ ഇത് ആർക്കെങ്കിലും വേണ്ടി ക്യാമ്പയിൻ നടത്തുന്നു, ആരെ പിന്തുണയ്ക്കുന്നതല്ല. ഇത് മുമ്പും പറയുന്ന കാര്യമാണ്, ഇപ്പോഴും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യെസ്, അതാണ്. അപ്പോൾ കേരളത്തിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനം തന്നെയായിരിക്കും വരിക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് അധികം വൈകിയേക്കില്ല, ഇന്ന് തന്നെ ഉണ്ടായേക്കും. അത് ഏത് നിമിഷവും ആ പ്രഖ്യാപനം വന്നേക്കാം. ഇനി ആരെ മുഖ്യമന്ത്രിയാക്കുന്നു എന്നതനുസരിച്ചായിരിക്കും പിന്നീട് അങ്ങോട്ടുള്ള കേരളത്തിലെ രാഷ്ട്രീയ ചലനങ്ങൾ എന്നതാണ് ശ്രദ്ധേയം.